Hi friends, welcome to Simis Nadan Kitchen and you are watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങാച്ചാറാണ്. ഇന്ന് തന്നെ എടുക്കാവുന്ന ഒരു മാങ്ങാച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്തേക്കുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കണം. ഈ മാങ്ങയുടെ തൊലിക്ക് ഇച്ചിരി കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മാങ്ങയാണ്. അപ്പോൾ ഞാനിതിൻ്റെ തൊലി കട്ട് ചെയ്ത് കളയാണ്. ചില മാങ്ങയ്ക്കൊന്നും തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം മൂവണ്ടൻ അങ്ങനെയുള്ള മാങ്ങയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ തൊലിക്ക് കട്ടി കുറവായിരിക്കും. അപ്പോൾ അതിനൊന്നും മാങ്ങ തൊലി ചെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മാങ്ങ നല്ല ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. തൊലി കളഞ്ഞിട്ടുണ്ട്. മാങ്ങയുടെ തൊലി ചെത്തുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും തൊലിയൊന്നും ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ തൊലി ഇരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് ഇടേണ്ടത്. അതിൻ്റെ അകത്ത് കുറച്ചധികം കല്ലുപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. കല്ലുപ്പില്ലാന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് ഇട്ടാലും മതി, പക്ഷെ കല്ലുപ്പ് തന്നെ ഇടണം, അതാണ് നല്ലത്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും വെച്ചേക്കണം. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ മാങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി മാങ്ങ നല്ല സോഫ്റ്റ് ആവും. അതുപോലെ ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടും ഉണ്ടാവും. അപ്പം ഇനി ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു ദിവസം വരെ ഇത് റെസ്റ്റ് ചെയ്ത് വെക്കരുത്. ഇന്നലെ നമ്മൾ ഈ മാങ്ങ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതാ ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. മാങ്ങ നല്ല സോഫ്റ്റായി. ഇതിപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഉപ്പിലിട്ട മാങ്ങ കഴിക്കത്തില്ലേ, ഉപ്പുമാങ്ങ തിന്നുന്ന ടേസ്റ്റാണ് ഇതിനിപ്പോൾ. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒരെണ്ണമാണെങ്കിലും മതി. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് വെളുത്തുള്ളി നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 2 വെളുത്തുള്ളി ഇടുന്നത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നാടൻ വെളുത്തുള്ളിയാണിത്. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചി, അത് നല്ല കൊത്തി അരിഞ്ഞതാണ്. പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ്. ഈ അച്ചാർ എനിക്ക് ഇന്ന് തന്നെ എടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. അതല്ല നമുക്കിതിപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയല്ല ഒഴിക്കേണ്ടത്, നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്. ഈ കടുക് നന്നായിട്ട് പൊട്ടണം. നന്നായിട്ട് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. മാങ്ങാച്ചാർ ആർക്കാലും ഇഷ്ടമല്ലാത്തത്. അപ്പോൾ നല്ലെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറേ നാൾ ഇതൊന്ന് അലുത്ത് വരാനൊന്നും കാത്തിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. എനിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുന്നത്. ഇത് എൻ്റെ അനിയത്തിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായത്. അവൾ ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് വേറെ കറികളൊന്നും വേണ്ട, ഇത് തന്നെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അത് ഒരു കറി എടുക്കുന്ന പോലെയാണ് ഈ അച്ചാർ വാരി തിന്നുന്നത്. വെളുത്തുള്ളി നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവണേ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടത്. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പൊടികൾ ഇറക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഈ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇത് പൊടി മൂത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നു. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കണം മാങ്ങ ചേർക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ വേണം ഒഴിക്കാനായിട്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ഗ്രേവി വേണം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ തിളപ്പിച്ചരച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച വെള്ളമാണ്, അത് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് ഒഴിക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി അത് ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ തന്നെയുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഇത് ഇതിൻ്റെ ചൂടൊന്ന് ആറി വരണം. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കുക. ഇത് അപ്പോൾ ഈ അച്ചാർ ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്കുമ്പോൾ ഗ്ലാസ് ആയിട്ടുള്ള ടൈപ്പ് കുപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആക്കി വെക്കുക, അതാണ് നല്ലത്. ഇനി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന മാങ്ങാച്ചാർ ഞാൻ മറ്റൊരു ദിവസം കാണിച്ചു തരാം. ഇതിൻ്റെ ചൂട് നല്ല ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞ് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ കുപ്പി അടച്ചു വെക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോഴത്തേക്കൊരു ഈർപ്പൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങും. അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ നല്ലപോലെ ആറിക്കഴിഞ്ഞ ശേഷം ഇത് അടച്ചു വെക്കാം. ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ ചീത്തയാവാണ്ട് പുറത്തിരുന്നോളും. അപ്പം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 2 കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുപ്പി എടുത്തിട്ട് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കും. അപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം വെളിയിൽ വെച്ചാൽ മതി. ഇങ്ങനത്തെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ബാക്കിയെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.